Corollary: if G is a group of order p square where p is a prime, then G is abelian. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറത്തിൽ പറഞ്ഞ ഇതാണ്, ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി സ്ക്വയർ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഗ്രൂപ്പ് ഐസോമോർഫിക് ടു ഇസഡ് പി സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഐസോമോർഫിക് ടു ഇസഡ് പി ക്രോസ് ഇസഡ് പി ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഏതായാലും ഇസഡ് പി സ്ക്വയർ ആണെങ്കിൽ അത് സൈക്ലിക്കാണ്, അബീലിയനാണ്. ഇനി ഇസഡ് പി ക്രോസ് ഇസഡ് പി എന്ന് പറയുന്നത് സൈക്ലിക് അല്ല, പക്ഷേ അത് അബീലിയനാണ്. അപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അബീലിയൻ ആണെന്നുള്ളത് കിട്ടും. റിമാർക്ക് നോക്കാം. ഇഫ് ജി ഈസ് ഈക്വൽ ടു H1 direct sum H2 direct sum etc. direct sum Hn, then G can be expressed as the internal direct product of subgroups isomorphic to H1, H2 etc. Hn. അപ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റ് സം ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓഫ് സബ് ഗ്രൂപ്പ്സ് ഇൻ ഐസോമോർഫിക് ടു നമ്മൾ എഴുതിയ H1, H2 etc. Hn ഐസോമോർഫിക് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സിൻ്റെ ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇഫ് G is equal to H1 direct sum H2, then G is equal to H1 bar cross H2 bar. H1 bar ആയിട്ട് നമുക്ക് H1 direct sum ഐഡൻറ്റിറ്റി എടുക്കുക. H1 direct sum ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1നോട് ഐസോമോർഫിക്കുക. കാരണം ഇത് എങ്ങനെ ഐസോമോർഫിക് ആവുന്നതെന്ന് അറിയാം. H1ൽ ഓരോ എലമെൻറ്റ്, ഇപ്പോൾ ഒരു H1ൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ H1 direct sum ഐഡൻറ്റിറ്റിക്കകത്ത് A, E ഉണ്ട്. അപ്പോൾ എല്ലാ എലമെൻറ്റും എങ്ങനെ വരുന്നത്, B ഗോസ് ടു B, E. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ B എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ B, E വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറസ്പോണ്ടൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് H2 ഇതേപോലെ തന്നെ ഐഡൻറ്റിറ്റി ഡയറക്റ്റ് സം H2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡയറക്റ്റ് സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു internal direct product കിട്ടും. The U groups provide a convenient way to illustrate the preceding ideas and to clarify the distinction between internal and external direct products. അപ്പോൾ ഇതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടെക്സ്റ്റുകളിൽ ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റിനും എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റിനും എല്ലാം ഡയറക്റ്റ് സമ്മിൻ്റെ ആ ഒരു നൊട്ടേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലർ ഡയറക്റ്റ് സമ്മിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അപ്പം ഓരോ ഇതിലും ഓരോ സ്ഥലത്തും അതിൻ്റെ മീനിങ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഡയറക്റ്റ് സമ്മായിട്ട് ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന അതേ സിമ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. യു ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അത് അവിടെ നമുക്ക് ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതിനൊരു എക്സാമ്പിൾ കാണാൻ സാധിക്കും. ദ യു ഗ്രൂപ്പ്സ് പ്രൊവൈഡ് എ കൺവീനിയൻറ്റ് വേ ടു ഇലുസ്ട്രേറ്റ് ദ പ്രൊസീഡിംഗ് ഐഡിയാസ് ആൻഡ് ടു ക്ലാരിഫൈ ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രോഡക്ട്സ്. ഇറ്റ് ഫോളോസ് ഡയറക്ട്ലി ഫ്രം തിയറം 8.3 ആൻഡ് ഇറ്റ്സ് കൊറോളറി ആൻഡ് തിയറം 9.6 that if M is equal to N1, N2, etc. Nk, where GCD of Ni, Nj is equal to 1 for I not equal to j, then U of M equal to U of M by N1 of M cross U of M by M2 of M cross etc. cross U of M by Nk. ഇത് നമ്മൾ UT of ST അങ്ങനെ എഴുതിയത് ഓർക്കുന്നുണ്ടല്ലോ. UT of ST, US of ST ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതേ ഡെഫിനിഷൻ തന്നെയാണ് ഈ UM by N1 of M ക്രോസ് ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഐസോമോർഫിക്, നമ്മൾ അന്നേരം പഠിച്ചായിരുന്നു UT of ST ഐസോമോർഫിക് ടു U of S ആൻഡ് US of ST ഐസോമോർഫിക് ടു U of T ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെഫ്റ്റിലുള്ളതിൻ്റെ റൈറ്റിലുള്ളതിൻ്റെയും എല്ലാം ഓർഡർ സെയിം തന്നെയാണ്. UM by N1 of M cross etc. cross UM by Nk of M isomorphic to U of N1 direct sum U of N2 direct sum. അപ്പോൾ UM by N1 of M, അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതാം, U താഴെ T ഓഫ് എസ് ടി, U സഫിക്സ് T ഓഫ് എസ് ടി എന്ന് പറയുമ്പോൾ ഐസോമോർഫിക് U of S. അപ്പോൾ അതിനകത്ത് ഇല്ലാത്തതിനോടാണ് ഐസോമോർഫിക്, മനസ്സിലായി. U സഫിക്സ് T വന്നാൽ ഐസോമോർഫിക് ടു U of S എന്ന് വെച്ചാൽ അതിനകത്ത് ഇല്ലാത്തത് എസ് ടിക്കകത്ത് ഇന്ന് T പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത്. അപ്പോൾ M by N1 ഓഫ് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M by N1നകത്ത് N1 ഇല്ല, അപ്പോൾ അത് ഐസോമോർഫിക് ടു U of N1 ആയിരിക്കും. അങ്ങനെ ഓരോന്നും. കൺസിഡർ ദി എക്സാമ്പിൾസ്. U of 105 is equal to U of 15 into 7 equal to U15 of 105 cross U7 of 105. ഇങ്ങനെ എഴുതാം നമുക്ക്. ഈക്വൽ ടു അതിലെ എലമെൻറ്റ്സ് എഴുതുന്നു. ഇതൊക്കെ എലമെൻറ്റ്സ് എഴുതുന്നതെന്നൊക്കെ പഠിച്ചതാണ്.
isomorphic to u of 7 direct sum u of 15. അടുത്ത u of 105 equal to u of 5 into 21 equal to u5 of 105 into u21 of 105 is equal to ഓരോന്നിലുള്ള എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്നു. അത് ഐസോമോർഫിക് ടു u of 21 direct sum u of 5. u of 105 equal to u of 3 into 5 into 7 equal to u35 of 105 cross u21 of 105 cross u15 of 105 equal to 171 cross 122 43 64 cross ഓരോന്നിലും എല്ലാ എലമെൻറ്റ്സ് എഴുതുന്നു. ഇനി u35 ഓഫ് അപ്പോൾ 35 105-നകത്തുനിന്ന് മാറ്റിയാൽ നമുക്ക് 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഐസോമോർഫിക് ടു u of 3. u21 of 105 എങ്ങനെ എഴുതുന്നത്? 21 എന്ന് പറയുന്ന ഫാക്ടർ 105-ന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വരുന്നത് 5 ആണ്. അപ്പോൾ u of 5. ഇനി 15 എന്ന് പറയുന്ന ഫാക്ടർ 105-ന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് u of 7-ഉമാണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ പഠിക്കുമ്പം നേരത്തെ പഠിച്ച യു ഗ്രൂപ്പിൻ്റെ ഭാഗം വായിച്ചിട്ടേ ഇത് വായിക്കാവുള്ളൂ, എന്നാലേ നിങ്ങൾക്കത് പിടികിട്ടത്തുള്ളേ. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ്. ദ ഫണ്ടമെൻ്റൽ തിയറം, ഈ ചാപ്റ്ററിൽ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് ആണ് പഠിക്കുന്നത്. ഒരു ചാപ്റ്റർ ഫുള്ള് വെച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി പ്രസൻറ്റ് എ തിയറം ദാറ്റ് ഡിസ്ക്രൈബ്സ് to an algebraic I that is up to isomorphism all finite abelian groups in a standardized way. അപ്പം ഇതിനകത്ത് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയുന്നൊരു തിയറമാണ് പഠിക്കുന്നത്. ആ തിയറത്തിൽ ഒരു ആൾജിബ്രായിസ്റ്റിൻ്റെ കണ്ണിൽ ഗ്രൂപ്പുകൾ ഏതൊക്കെ തരമുണ്ട്. ആൾജിബ്രായിസ്റ്റിൻ്റെ കണ്ണിൽ ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? Before giving the proof, which is long and difficult, we discuss some consequences of the theorem and its proof. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്. അപ്പം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്നുള്ളത് കാണിക്കാൻ പോവുകയാണ്, എക്സാമ്പിൾസൊക്കെ. ദ ഫസ്റ്റ് പ്രൂഫ് ഓഫ് ദ തിയറം വാസ് ഗിവൺ ബൈ ക്രോണക്കർ 1858. തിയറം 11.1 നമ്മളിപ്പോഴേ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറയും. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ്. എവരി ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ഇസ് എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് cyclic groups of prime power order. Moreover, the number of terms in the product and the order of the cyclic groups are uniquely determined by the group. പറയുന്നത് എന്താണ്? എവരി ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ഇസ് എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് cyclic groups of prime power order ആണ്. ഓക്കെ, ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പുകളെല്ലാം നമുക്ക് പ്രൈം പവർ ഉള്ള സൈക്ലിക് ഗ്രൂപ്പ്സിൻ്റെ ഡയറക്റ്റ് പ്രോഡക്റ്റായിട്ട് എഴുതാൻ സാധിക്കും. മോറോവർ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി പ്രോഡക്റ്റ് ആൻഡ് ദ ഓർഡേഴ്സ് ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ്സ് ആർ യുണീക്ലി ഡിറ്റർമിൻഡ് ബൈ ദ ഗ്രൂപ്പ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ പ്രോഡക്റ്റായിട്ട് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ടേംസ് അതിൽ വരും എന്നുള്ളതും ഓരോന്നിൻ്റെയും ഓർഡറും ഓരോ ഗ്രൂപ്പിൻ്റെയും ഓർഡറും യുണീക്കായിരിക്കും. ഒരു ഗ്രൂപ്പിന് യുണീക്കായിരിക്കും. Since a cyclic group of order n is isomorphic to Zn, theorem 11.1 shows that every finite abelian group G is isomorphic to a group of the form Z p1 raised to n1 direct sum, Z p2 raised to n2 direct sum, etc. direct sum, Z pk raised to nk. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n എടുത്തു കഴിഞ്ഞാൽ അത് ഐസോമോർഫിക് ടു Zn ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പിനെയും നമുക്ക് പ്രൈം പവറുള്ള സൈക്ലിക് ഗ്രൂപ്പുകളുടെ ഡയറക്റ്റ് പ്രോഡക്റ്റായിട്ട് എഴുതാം, ഡയറക്റ്റ് സമ്മായിട്ട് എഴുതാമെന്നില്ലേ. അപ്പോൾ ആ സൈക്ലിക് ഗ്രൂപ്പുകളുടെ പ്രൈം പവർ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈം പവർ ഉള്ള എല്ലാം ഇപ്പം ഏത് ഓർഡർ ആയാലും ഇപ്പോൾ n ഓർഡറുള്ളൊരു സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഐസോമോർഫിക് Z തന്നെ. അപ്പോൾ പ്രൈം പവറുള്ള ഓരോന്നിനും പകരമായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ, Z p1 raised to n1 direct sum. അതാണ് ആദ്യത്തെ പ്രൈം പവറുള്ള സൈക്ലിക് ഗ്രൂപ്പ് ഐസോമോർഫിക് ടു Z p1 raised to n1 ആണ്. രണ്ടാമത്തത് ഐസോമോർഫിക് ടു Z p2 raised to n2 direct sum, etc. direct sum, Z pk raised to nk. Where the PIs are not necessarily distinct primes and the prime powers p1 raised to n1, p2 raised to n2, etc. pk raised to nk are uniquely determined by G. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല ഈ PIs. പിന്നെ അതേപോലെ തന്നെ പ്രൈം പവേഴ്സ് p1 raised to n1, p2 raised to n2 ആർ യുണീക്ലി ഡിറ്റർമിൻഡ് ബൈ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Gക്ക് ഇത് യുണീക്കായിരിക്കും. ഒന്നിലധികം നമുക്കിങ്ങനെ പ്രൈം, അതായത് പല രീതിയിൽ എഴുതാമെങ്കിലും ടോട്ടൽ p1 raised to ഒരു പവർ p2 raised to പവറുകളെല്ലാം ഒരുപോലെ ആയിരിക്കും വരിക.
റൈറ്റിംഗ് എ ഗ്രൂപ്പ് ഇൻ ദിസ് ഫോം ഈസ് കോൾഡ് ഡിറ്റർമിനിങ് ദി ഐസോമോർഫിസം ക്ലാസ് ഓഫ് ജി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഏത് ഒരു ഗ്രൂപ്പും ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഓർഡർ വെച്ച് നമുക്ക് ഇതേ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് അതിൻ്റെ ഐസോമോർഫിസം ക്ലാസ് എന്നാണ് പറയുന്നത്. ഐസോമോർഫിക് ടു ഏത് ക്ലാസ് ആണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് കിട്ടും. ദ ഐസോമോർഫിസം ക്ലാസസ് ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്തു എന്ന് സങ്കല്പിച്ചിട്ടാണ് ബാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉപയോഗങ്ങൾ അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ ഫണ്ടമെൻ്റൽ തിയറം ഈസ് എക്സ്ട്രീംലി പവർഫുൾ. ആസ് ആൻ ആപ്ലിക്കേഷൻ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ആൻ അൽഗരിതം ഫോർ കൺസ്ട്രക്റ്റിംഗ് ഓൾ അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് എനി ഓർഡർ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ തിയറം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തിയറമാണ്. ആപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ട്. അൽഗരിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അബീലിയൻ ഗ്രൂപ്പ്സ് ഒരു പർട്ടിക്കുലർ ഓർഡറുള്ള ഒരു അബീലിയൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അൽഗരിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ലെറ്റ് us look at groups whose orders have the form p raised to k where p is prime and k less than or equal to 4. ഗ്രൂപ്പ്സ് അതിൻ്റെ ഗ്രൂപ്പുകൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ പി റേസ് ടു കെ ഫോമിന് ഓർഡർ വരിക വേർ പി ഈസ് പ്രൈം ആണ് ആൻഡ് k less than or equal to 4. In general, there is one group of order p raised to k for each set of positive integers whose sum is k. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ഓർഡർ പി റേസ് ടു കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കെ നമ്മളിങ്ങനെ എടുക്കുന്നു. കെ എടുത്തിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറയും. പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കെയിനെ ഇത് ഇങ്ങനെ എഴുതുന്നതാണ്. കെ ഈസ് ഈക്വൽ ടു n1 പ്ലസ് n2 പ്ലസ് എക്സ്ട്രാ പ്ലസ് nt. പല രീതി നമുക്ക് എഴുതാമല്ലോ. ഫോർ എക്സാമ്പിൾ 4 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കതിനെ 1 അധികം 1 അധികം 1 അധികം 1 എന്ന് എഴുതാം, 3 അധികം 1 എന്ന് എഴുതാം, പിന്നെ 2 പ്ലസ് 2 എന്ന് എഴുതാം, അങ്ങനെ എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ. അപ്പോൾ ഈ പി റേസ് ടു കെ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള പാർട്ടീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് കിട്ടും. ഇൻ ജനറൽ there is one group of order p raised to k for each set of positive integers whose sum is k. അപ്പോൾ ഓരോ പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഗ്രൂപ്പ് വീതം കിട്ടത്തുള്ളൂ, ഒരു ഗ്രൂപ്പ് കിട്ടും. ദാറ്റ് ഈസ് ഇഫ് k can be written as k is equal to n1 plus n2 plus etc plus nt എന്ന് എഴുതി കഴിഞ്ഞാൽ where each ni is a positive integer then z p raised to n1. അപ്പോൾ p raised to kനെയാണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ പി റേസ് ടു കെ ആണ് ഇവിടെ. അപ്പം കെ ഈസ് ഈക്വൽ ടു n1 പ്ലസ് n2 പ്ലസ് എക്സെട്രാ പ്ലസ് nt ആണെങ്കിൽ നമുക്കതിനെ z p raised to n1 ഡയറക്റ്റ് സം z p raised to n2 ഡയറക്റ്റ് സം എക്സെട്രാ ഡയറക്റ്റ് സം z p raised to nt എന്ന് എഴുതാം. ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി റേസ് ടു കെ. കണ്ടല്ലോ. ഇനി ഓർഡർ ഓഫ് ജി പല ഓർഡർ ഉള്ളത് കൊടുത്തിരിക്കുന്നുണ്ടോ. പാർട്ടീഷൻസ് ഓഫ് കെ, പോസിബിൾ ഡയറക്റ്റ് പ്രോഡക്ട്സ് ഫോർ ജി. അപ്പം ജിയുടെ ഓർഡർ പി സ്ക്വയർ പി ക്യൂ പി റേസ് ടു 4 ഒക്കെ ആകുമ്പോൾ ഉള്ളത് അതിനകത്തിൽ പവറിൻ്റെ പാർട്ടീഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. പി റേസ് ടു 1 പാർട്ടീഷൻ ഓഫ് 1 എന്ന് പറയുന്നത് 1 മാത്രം. പോസിബിൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഇസഡ് പി, കാരണം പി റേസ് ടു 1 മാത്രമല്ലേ വന്നിട്ടുള്ളൂ. പി സ്ക്വയർ ആ പവറാണ് എടുക്കുന്നത്, പവർ എടുത്ത് പാർട്ടീഷൻ ചെയ്യുന്നു. 2 1 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഒന്ന് ഇസഡ് പി സ്ക്വയർ വരും, വേറൊന്ന് ഇസഡ് പി റേസ് ടു 1 ഡയറക്റ്റ് സം ഇസഡ് പി റേസ് ടു 1, വേറൊന്ന് പി ക്യൂബാണ് നമ്മുടെ ഓർഡർ ഓഫ് ജി എങ്കിൽ 3നെ എങ്ങനെയൊക്കെ എഴുതാം, 3 എന്ന് എഴുതാം, 2 പ്ലസ് 1 1 പ്ലസ് 1 പ്ലസ് 1 ഇത്ര എഴുതാം. അപ്പം പി ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതൊക്കെ ഇസഡ് പി ക്യൂബ്, പിന്നെ ഇസഡ് പി സ്ക്വയർ ഡയറക്റ്റ് സം ഇസഡ് പി, പിന്നെ ഇസഡ് പി ഡയറക്റ്റ് സം ഇസഡ് പി ഡയറക്റ്റ് സം ഇസഡ് പി, ഇത്രയും വരും. ഇനി പി റേസ് ടു 4ൻ്റെ കണ്ടോ. അപ്പോൾ ഈ ശ്രദ്ധിച്ച് നോക്കണം, ഇതെങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. 4ൻ്റെ പാർട്ടീഷൻസ് പോസിബിളായിട്ടുള്ള 5 എണ്ണമാണുള്ളത്, അതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് പി റേസ് ടു 4, 3 പ്ലസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന് ഇസഡ് പി ക്യൂബും വരും, പിന്നെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്റ്റ് സം ഇസഡ് പി, 2 പ്ലസ് 2 ഒരു 2ൻ്റെത് ഇസഡ് പി സ്ക്വയർ, മറ്റൊരു 2ൻ്റെ ഇസഡ് പി സ്ക്വയർ, പിന്നെ 2 പ്ലസ് 1 പ്ലസ് 1 ഇസഡ് പി സ്ക്വയർ ഡയറക്റ്റ് സം ഇസഡ് പി ഡയറക്റ്റ് സം ഇസഡ് പി, അടുത്ത 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 ഇസഡ് പി ഡയറക്റ്റ് സം ഇസഡ് പി ഡയറക്റ്റ് സം ഇസഡ് പി ഡയറക്റ്റ് സം ഇസഡ് പി, ഇത്രയും വരും. ഫർദർ മോർ ദ യുണീക്ക്നെസ് portion of the fundamental theorem guarantees that distinct partitions of K yield distinct isomorphism classes. അപ്പം ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ യുണീക്ക്നെസ് പോർഷനിൽ
പറയുന്നത് എന്താണ്, പല പാർട്ടീഷൻസിലൂടെ നമുക്ക് പല ഡിസ്റ്റിങ്ക്റ്റ് ഐസോമോർഫിസംസ് കിട്ടും എന്ന്. കാരണം യുണീക്ക്നെസ്സിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയൊരു ഓർഡറിലുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പ് കിട്ടുമെന്നാണല്ലോ. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകളുടെ എണ്ണം ഓരോ ക്ലാസ്സിനും പർട്ടിക്കുലറായിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ എണ്ണം ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് യുണീക്കാണ്. വേറൊരു ക്ലാസ്സിന് ഇത് തന്നെ വരത്തില്ല. അപ്പം അതിൻ്റെ പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പോൾ Z9 ഡയറക്സം Z3 ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്ന Z3 ഡയറക്സം Z3 ഒരിക്കലും ഐസോമോർഫിക് ആവത്തില്ല. ഈ രണ്ടെണ്ണത്തിൻ്റെ ഓർഡർ 27ആണ്. പക്ഷേ രണ്ടും ഐസോമോർഫിക് ആകത്തില്ല. കാരണം ഈ രണ്ടിടത്തും ആദ്യത്തെ Z9 ഡയറക്സം Z3 രണ്ട് ഗ്രൂപ്പും രണ്ടാമത് വന്ന് Z3 ഡയറക്സം Z3 മൂന്നെണ്ണവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യുണീക്ക്നെസ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേപോലെ ഓർഡറും വ്യത്യാസമാണ്. Z9 9 ഉണ്ട്, അപ്പുറത്ത് വന്നിരിക്കുന്നതിനകത്ത് 3 ഓർഡറുള്ള 3 എണ്ണം വന്നേക്കുന്നത്. അങ്ങനെ അപ്പം നമ്മുടെ യുണീക്ക്നെസ് പോർഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്, എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതും എത്ര ആണ് ഓർഡർ എന്നുള്ളതും ഓരോ ഗ്രൂപ്പിൻ്റെയും ഇതിനകത്ത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ വരുന്ന കമ്പോണൻ്റ് ഗ്രൂപ്പുകളുടെയും ഓർഡറും യുണീക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു പാർട്ടീഷൻ, ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരെണ്ണത്തിനോട് ഐസോമോർഫിക് ആവത്തില്ല. രണ്ടും രണ്ടല്ല, ഈ പറഞ്ഞെല്ലാം രണ്ട് ഗ്രൂപ്പിനും വ്യത്യസ്തങ്ങളാണ്. എ റിലയബിൾ നിമോണിക് ഫോർ കമ്പയറിങ് എൻ്റെ എക്സ്റ്റേണൽ ഡാറ്റ പ്രോഡക്റ്റ് ഈസ് ദി ക്യാൻസലേഷൻ പ്രോപ്പർട്ടി ഫേസ് ബൈ. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ക്യാൻസലേഷൻ പ്രോപ്പർട്ടി ഉണ്ട് ഡയറക്സമിൻ്റെ. എ ഡയറക്സം ബി ഐസോമോർഫിക് ടു എ ഡയറക്സം സി ആണ്. ഇഫ് ആൻഡ് ഓൺലി ബി ഐസോമോർഫിക് ടു സി ആണ്. പിന്നെ ദസ് Z4 അതിന് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാം ഇവിടെ. Z4 ഡയറക്സം Z4 ഈസ് നോട്ട് ഐസോമോർഫിക് ടു Z4 ഡയറക്സം Z2 ഡയറക്സം Z2 ബിക്കോസ് Z4 ഈസ് നോട്ട് ഐസോമോർഫിക് ടു Z2 ഡയറക്സം Z2. അപ്പം നോക്കിക്കേ, നമ്മുടെ ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഒരേപോലുള്ള ആ ഗ്രൂപ്പ് രണ്ടും ഐസോമോർഫിക് ആണെങ്കിൽ Z4 രണ്ടിടത്തുനിന്നും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് Z4 ബാക്കിയുള്ള Z4 ഐസോമോർഫിക് ടു Z2 ഡയറക്സം Z2 എന്ന് പറയാൻ സാധിക്കണം. പക്ഷേ അത് രണ്ടും ഐസോമോർഫിക് അല്ല. ടു അപ്രീഷിയേറ്റ് ഫുള്ളി ദ പൊട്ടൻസി ഓഫ് ദി ഫണ്ടമെൻ്റൽ തിയറം കോൺട്രാസ്റ്റ് ദ ഈസ് വിത്ത് വിച്ച് ദി അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ P raised to K, K less than or equal to 4 were determined with the corresponding problem for non-abelian groups. To appreciate fully the potency of the fundamental theorem, contrast the ease with which the abelian group of order P raised to K, K less than were determined with the corresponding problem for non-abelian groups. Even a description of the two non-abelian groups of order 8 is a challenge, and a description of the 9 non-abelian group of order 16 is well beyond the scope of this text. Note that we know the construction of how to construct all the abelian groups of prime power order. We move to the problem of constructing all abelian groups of a certain order n, where n has 2 or more distinct primes. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പർട്ടിക്കുലർ ഓർഡറിലുള്ള ഒരു n തരുന്നു, ഒരു ഓർഡർ തരുന്നു. ആ ഓർഡറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ആദ്യം പ്രൈമുകളുടെ ഫാക്ടേഴ്സായിട്ട് എഴുതുക. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സും എടുത്തിട്ട് ഒരു P1 raised to n1 ഉണ്ടെങ്കിൽ അതിൻ്റെത് എങ്ങനെ എഴുതുന്നു തൊട്ട് മുമ്പ് പറഞ്ഞു. നമ്മളെങ്ങനെ എഴുതുന്നത്, ആ എന്നിൻ്റെ P1 raised to n1, ഇവിടെ n1 ആണ്, ആ n1നെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് ആ ഓരോ പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പ് എഴുതാൻ പറ്റും. അങ്ങനെ P2 raised to n2നും പറ്റും. അങ്ങനെ പോയി Pk raised to nk വരെ ഉള്ളതിൻ്റെ എഴുതുന്നു. എന്നിട്ട് ഇതിനെ പല രീതിയിൽ കമ്പൈൻ ചെയ്യുന്നു, പോസിബിളായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1176 അതിനെ 2³ × 3 × 7² എന്ന് എഴുതാൻ കഴിയും നമുക്ക്. ദെൻ ദി കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ദി ഡിസ്റ്റിങ്ക്റ്റ് ഐസോമോർഫിസം ക്ലാസസ് ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 1176 ഈസ് 2³ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് 8 ഓർഡർ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z8 ഡയറക്സം Z3 ഡയറക്സം Z14 ആദ്യം എഴുതി. ഇനി അടുത്തത് 2³ 2 raised to 3 പാർട്ടീഷൻസ് എടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. 2 raised to 3 എന്നുള്ളതിനെ എടുക്കണം. 3നെ നമുക്ക് ആദ്യം 3 എന്ന് എഴുതാം, പിന്നെ 2+1 എഴുതാം, പിന്നെ 1+1+1 എന്ന് എഴുതാം. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ 2 raised to 3, 2 raised to 1+2, 2 raised to 1+1+1 ഇങ്ങനെയാണ് എഴുതുന്നത്. അതിനെ നമ്മൾ
Z8 എന്ന് ആദ്യം കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നപ്പോൾ Z4 ഡയറക്സും Z4 ആയി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² 2⁻1 ആണ്. പിന്നെ വന്നപ്പോൾ Z2 ഡയറക്സും Z2 ഡയറക്സും Z2 ആയി. പിന്നെ അപ്പോൾ അതേ സമയത്തെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന Z3 പിന്നെ ഡയറക്സും Z49 ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ Z49 പിന്നെ ഫാക്ടറൈസ് ചെയ്യുന്നു. Z3 ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. Z3⁻1 ആണ്. ആ 1 നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ Z49 ചെയ്യാൻ പറ്റും. 7² ആണ്. 7² ആ 2 നമുക്ക് 1+1 എന്ന് എഴുതാം. പിന്നെ 2 അത്രയേ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത്രയും എഴുതിയതിനെ ഇനി Z49 ഒരു ഫാക്ടറൈസേഷൻ ഒരു ടൈപ്പ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒന്ന് Z49, മറ്റൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് Z7 ഡയറക്സും Z7. അത് വെച്ചിട്ട് ഇത്രയും എഴുതിയത് വീണ്ടും എഴുതണം. കാരണം പോസിബിളായിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസുമാണ് നമ്മൾ എടുക്കുന്നത്. Z8 ഡയറക്സും Z3 ഡയറക്സും Z7 ഡയറക്സും Z49 വന്നിടത്തെല്ലാം Z7 ഡയറക്സും Z7 കൊടുത്ത് എഴുതുന്നു. If we are given any particular abelian group G of order 1176, the question we want to answer about G is which of the preceding 6 isomorphism classes represents the structure of G. അപ്പോൾ ഒരു പർട്ടിക്കുലർ അബീലിയൻ ഗ്രൂപ്പ് അതിൻ്റെ ഓർഡർ 1176 ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഇതാണ് വിച്ച് ഓഫ് ദി പ്രിസിഡിങ് 6 ഐസോമോർഫിസം ക്ലാസ്സസ്. അപ്പോൾ ഒരു 1176 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് കിട്ടി. ഈ പറഞ്ഞ ഇത്രയും എണ്ണവും 1176 ഓർഡറുള്ള ഗ്രൂപ്പുകളാണ്. നമ്മുടെ ഗ്രൂപ്പ് ഈ പറഞ്ഞ ഏതിനോടാണ് ഐസോമോർഫിക്? We can answer this question by comparing the orders of the elements of G with the orders of the elements in the 6 direct products. Since it can be shown that 2 finite abelian groups are isomorphic if and only if they have the same number of elements of each order. For instance, we could determine whether G has any elements of order 8. If so, then G must be isomorphic to the first or fourth group above. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഓർഡറുകൾ കമ്പയർ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പിനകത്ത് 8 ഓർഡറുള്ള ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത് 8 ഓർഡറുള്ള എലമെൻറ്റ്സ് എവിടെയൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തേതിനകത്ത് വരും, പിന്നെ നാലാമത്തേതിനകത്തും വരും. ഓക്കെ. പിന്നെ ഇഫ് സോ ദെൻ ജി ക്യാൻ ബി ഐസോമോർഫിക് ടു ദ ഫസ്റ്റ് ഓർ ഫോർത്ത് ഗ്രൂപ്പ് എബോ. കാരണം ഒന്നാമത്തേതിനും നാലാമത്തേതിനകത്തിലുമാണ് Z8 ഉള്ളത്. Z8-നകത്താണ് Z8-ൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഈ 8 ഓർഡറുള്ള ഗ്രൂപ്പ് എലമെൻറ്റ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 0 ഒന്നാമത്തേതിനകത്ത് 1 0 0, നാലാമത്തേതിനകത്ത് 1 0 0 0. 1ൻ്റെ ഓർഡർ Z8-നകത്ത് 8 ആണല്ലോ. അപ്പോൾ മൊത്തത്തിലുള്ള എലമെൻറ്റിൻ്റെ ഓർഡർ 8 തന്നെ. To narrow G down to a single choice, we now need only check whether or not G has an element of order 14. ഇനി കുറച്ച് അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ പോസിബിലിറ്റീസ് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പിനകത്തിൽ 14 ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ to narrow G down to a single choice, we now need only check whether or not G has an element of order 14. Since the first product above has such an element, whereas the fourth one does not. അപ്പോൾ ഈ രണ്ടെണ്ണവും ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പിനകത്ത് 8 ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2 പോസിബിലിറ്റി കിട്ടുന്നു. 1 4 പോസിബിലിറ്റി. എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നു 49 ഓർഡറുള്ള ഒരു എലമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തേനോട് ഐസോമോർഫിക്. കാരണം അവിടെ Z49 വന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിനകത്തിൽ 14 ഓർഡറുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 0 1. ആ ലാസ്റ്റ് പറഞ്ഞ 1 Z49-നകത്തുള്ള അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഏതാണ്. സിൻസ് ദി ഫസ്റ്റ് പ്രോഡക്റ്റ് എബോ ഹാസ് such an element whereas the fourth one does not. What if we have some specific abelian group G of order P1 raised to n1 into P2 raised to n2 etc. Pk raised to nk where the P's are distinct primes? How can G be expressed as an internal direct product of cyclic groups of prime power order? അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്പെസിഫിക് അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ഓർഡർ P1 raised to n1 into P2 raised to n2 etc. Pk raised to nk ആണ്. P's എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. അപ്പോൾ ജീനെ നമ്മളെങ്ങനെ
എങ്ങനെ ഒരു ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ഓഫ് പ്രൈം പവർ ഓർഡറായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഫോർ സിംപ്ലിസിറ്റി ലെറ്റ് us say that the group has 2 ഇപ്പം നമ്മൾ ഈ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ് ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ ഗ്രൂപ്പിന് 2n എലമെൻറ്റ്സും ഉണ്ട്. ഫസ്റ്റ് വി മസ്റ്റ് കമ്പ്യൂട്ട് ദ ഓർഡേഴ്സ് ഓഫ് ദി എലമെൻറ്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, ഇതിനകത്ത് എലമെൻറ്റ്സിൻ്റെ ഓർഡേഴ്സ് എല്ലാം കണ്ടുപിടിക്കുന്നു. ആഫ്റ്റർ ദിസ് ഈസ് ഡൺ, എല്ലാ എലമെൻറ്റ്സിൻ്റെ ഓർഡർ കണ്ടുപിടിച്ചിട്ട് ഹയസ്റ്റ് ഓർഡറുള്ള എലമെൻറ്റിനെ ചൂസ് ചെയ്തു. പിക്ക് ആൻ എലമെൻറ്റ് ഓഫ് മാക്സിമം ഓർഡർ 2r, കോൾ ഇറ്റ്, അപ്പോൾ അതിനെ നമ്മൾ a1 എന്ന് വിളിക്കാം. ദെൻ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a1 ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ഇൻ ദി ഡിസൈഡ് ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇതിൻ്റെ നമ്മുടെ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സൈക്ലിക് ജനറേറ്റഡ് ബൈ a1 ആണ് അതിനകത്തിൽ ആദ്യത്തെ ആൾ, ഡയറക്റ്റ് പ്രോഡക്റ്റിൽ ആദ്യത്തെ ആൾ. ഈ a1 കൊണ്ട് നമ്മുടെ ജീനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നോ നോക്കാം. നോക്കിയിട്ടത് പറ്റുന്നില്ലെങ്കിൽ ഇനി മറ്റൊരു എലമെൻറ്റ് a2 ഇതിന് ശേഷം മാക്സിമം ഓർഡർ വരുന്ന മറ്റൊരു എലമെൻറ്റ് a2 ചൂസ് ചെയ്യണം. സച്ച് ദാറ്റ് s n-r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിനെ പുറത്ത് കൊണ്ടുവരുന്ന r+s=n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ a1ൻ്റെ ഓർഡറും a2ൻ്റെ ഓർഡറും a2ൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡറും a1ൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡറും കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ ടോട്ടൽ ജിയുടെ ഓർഡറിനേക്കാളും കുറഞ്ഞ് നിൽക്കണം. ആൻഡ് നൺ ഓഫ് a2, പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a2, a2², a2⁴ ഇതൊന്നും a1-നകത്ത് വരരുത്. അതായത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം രണ്ട് ഗ്രൂപ്പും. ദെൻ ഈ സൈക്ലിക് ജനറേറ്റഡ് ബൈ a2 ഈസ് എ സെക്കൻഡ് ഡയറക്റ്റ് ഫാക്ടർ, അതാണ് അടുത്തത്. ഇനി ഇഫ് n not equal r+s സെലക്ട് ആൻ എലമെൻറ്റ് a3 ഓഫ് മാക്സിമം ഓർഡർ. അപ്പോൾ ഇനി അടുത്തത് ഇതോടെ എടുത്തിട്ട് നമ്മൾ g കിട്ടുന്നില്ല എങ്കിൽ ഇനി അടുത്ത ഒരെണ്ണം ചൂസ് ചെയ്യണം. t n-r-s and none of a3, a3², a3⁴, etc. a3⁴ a3⁴s-1 വരെയാണ്. കാരണം a2⁴s എന്ന് പറയുന്നത് എന്താ ഐഡൻറ്റിറ്റി, അങ്ങനെ a2ൻ്റെ ഓർഡർ 2s ആണല്ലോ. അത്രയും പവറുകൾ നമ്മൾ അതൊന്നും എവിടെ വരരുത്. ഇതിന് മുമ്പുള്ള രണ്ടെണ്ണത്തിൻ്റെയും ക്രോസ് പ്രോഡക്റ്റിനകത്ത് വരരുത്. ക്രോസ് പ്രോഡക്റ്റ് എഴുതിയിരിക്കുന്ന a1 ക്രോസ് a2 കണ്ടല്ലോ, a1⁴i × a2⁴j 0 ≤ i ≤ (2r) 0 j ≤ 2s ആണ്. ദെൻ ഇനി അടുത്തത് a3. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ a3 അടുത്തൊരു ഫാക്ടറായി. ഇങ്ങനെ ഓരോന്നും മാക്സിമം ഓർഡർ, ഇതിന് ശേഷം വരുന്ന മാക്സിമം ഓർഡർ എടുക്കുന്നു. അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഓർഡർ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജിയുടെ ഓർഡറിനേക്കാളും കൂടരുത്. പിന്നെ ഇതിൻ്റെ പവറുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഇതുവരെ കിട്ടിയ ഇൻറ്റേർണൽ ഡയറക്റ്റ് പ്രോഡക്റ്റ് വരാത്തതായിരിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കി നമ്മളിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ജി കിട്ടുമല്ലോ, ഉറപ്പായിട്ടും കിട്ടും. We continue in this fashion until our direct product has the same order as G. ജിയുടെ അതേ ഓർഡർ ആവുന്നവരെ നമ്മൾ ചെയ്യും. A formal presentation of this algorithm for any Abelian group G of prime power order periods. അപ്പോൾ ഈ പറഞ്ഞതിന് ഒരു അൽഗരിതമായിട്ടാണ് അടുത്ത താഴെ ഗ്രീഡി അൽഗരിതമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ് നോക്കാം.